വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനി വരുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ? ഉത്തരം കസാൻ, റഷ്യ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ? ഉത്തരം കസാൻ, റഷ്യ. അടുത്ത ചോദ്യം, 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്? ഉത്തരം ബ്രസീൽ, റിയോ ഡി ജനീറോ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ബ്രസീൽ, റിയോ ഡി ജനീറോ. അടുത്ത ചോദ്യം, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം തെലുങ്കാന. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം തെലുങ്കാന. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം? ഉത്തരം PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ മലയാളി താരം? ഉത്തരം PR ശ്രീജേഷ്. ഒന്നും കൂടി നോക്കാം. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ? കസാൻ, റഷ്യ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ബ്രസീൽ, റിയോ ഡി ജനീറോ. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? കേരളം. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? തെലുങ്കാന. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം? ഉത്തരം PR ശ്രീജേഷ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ഉത്തരം നിഹോൺ ഹിഡാൻക്യോ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ. അടുത്ത ചോദ്യം, 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം? ഉത്തരം ഇന്ത്യ. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഉത്തരം കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഉത്തരം കൊല്ലം. 2024 32ാമത്തെ എഴുത്തച്ഛ പുരസ്കാരം നേടിയത്? ഉത്തരം NS മാധവൻ. 2024 32ാമത്തെ എഴുത്തച്ഛ പുരസ്കാരം നേടിയത് NS മാധവൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഹാൻകാങ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഹാൻകാങ്. അടുത്ത ചോദ്യം, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്? ഉത്തരം ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്? ഉത്തരം ഗണതന്ത്ര മണ്ഡപം. ഒന്നും കൂടി നോക്കാം. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ഉത്തരം നിഹോൺ ഹിഡാൻക്യോ. അടുത്ത ചോദ്യം, 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം? ഉത്തരം ഇന്ത്യ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഉത്തരം കൊല്ലം. 2024 32ാമത്തെ എഴുത്തച്ഛ പുരസ്കാരം നേടിയത്? ഉത്തരം NS മാധവൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം ഹാൻകാങ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പേര്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. അടുത്ത ചോദ്യം, മരണാന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി സാഹിത്യകാരൻ? ഉത്തരം MT വാസുദേവൻ നായർ. മരണാന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ? ഉത്തരം MT വാസുദേവൻ നായർ. അടുത്ത ചോദ്യം, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മേഘാലയ.
ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഉത്തരം ചൈന. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഉത്തരം ചൈന. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി? ഉത്തരം നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം, ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏതു ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ഇന്ത്യയുടെ 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയുടെ 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഒന്നും കൂടി നോക്കാം. മരണാന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ലോകത്തിലെ ആദ്യ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ചൈന. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മധ്യപ്രദേശ്. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി? ഉത്തരം സജി ചെറിയാൻ. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഉത്തരം സ്പേഡെക്സ്. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം സ്പേഡെക്സ്. 2023 നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഉത്തരം ക്വാണ്ടം ഡോട്ട്സ്. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഉത്തരം ക്വാണ്ടം ഡോട്ട്സ്. 2025 ലോകാരോഗ്യ പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ ഏതിനെ കേന്ദ്രീകരിച്ചാണ്? ഉത്തരം മാതൃ-നവ ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. 2025 ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ ഏതിനെ കേന്ദ്രീകരിച്ചാണ്? ഉത്തരം മാതൃ-നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അടുത്തത്, 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം അർജന്റീന. 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം അർജന്റീന. ഒന്നും കൂടി നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി? സജി ചെറിയാൻ. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഉത്തരം സ്പേഡെക്സ്. 2023 നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ക്വാണ്ടം ഡോട്ട്സ്. 2025 ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ ഏതിനെ കേന്ദ്രീകരിച്ചാണ്? മാതൃ-നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? അർജന്റീന. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ? ഉത്തരം പ്രബോവോ സുബിയാന്റോ. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ പ്രബോവോ സുബിയാന്റോ. കേരള സംസ്ഥാനത്തിലെ ഗവർണർ? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി? ഉത്തരം വി ശിവൻകുട്ടി. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരിഷ് വി ശിവൻകുട്ടി. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം? സൗദി അറേബ്യ. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം? സൗദി അറേബ്യ. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം? ഉത്തരം
INS നീലഗിരി, INS സൂററ്റ്, INS വാഗ്ഷീർ. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം? INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. ഒന്നും കൂടി നോക്കാം. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ. ഉത്തരം പ്രഭാവോ സുബിയാന്തോ. കേരള സംസ്ഥാനത്തിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം? INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.